മാന്യ പ്രേക്ഷകർക്ക് ന്യൂസ് പേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് CK കുഞ്ഞിരാമൻ എന്ന കുഞ്ഞിരാമനാണ്. അദ്ദേഹം കടുവയിൽ സ്വദേശിയാണ്. മലവേട്ട സമുദായത്തിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനല്ല. ശരിക്കും പറഞ്ഞാൽ വളരെ ത്യാഗം സഹിച്ച് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. കുഞ്ഞിനോട് നിങ്ങളുടെ ഒരു സാമൂഹ്യ പ്രവർത്തനം, അതായത് ഇപ്പൊ എത്ര വയസ്സായി? 64 വയസ്സ് കഴിഞ്ഞു. ഈ 64 വയസ്സ് കഴിഞ്ഞതിനിടയിൽ നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ എത്ര കാലം? 34 വർഷം. ആ 34 വർഷത്തിനുള്ളിൽ ഈ പട്ടികജാതി അതായത് പ്രത്യേകിച്ച് മലവേട്ട സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവർക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നിങ്ങളോട് ചേർന്ന് നടക്കാനുള്ളത് നമുക്കറിയാം. കാരണം അധികവും നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്, ഒരു പണിക്കാരനാണ്. അതുപോലെ കളഞ്ഞ് കുടുംബം പോലും നോക്കാതെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പോലും കാണാതെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം, അതായത് നിങ്ങളെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നുണ്ടായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിലയിരുത്തുക. ഞാൻ സംഘടനാ രംഗത്ത് സമുദായ സംഘടനകൾ സാമുദായ സംഘടന റേഷ്യ തന്നെയാണ്. ആ റേഷ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് ഏതൊരു കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം, സംഘടനാ രംഗത്ത്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സംഘടനാ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. പ്രസിഡന്റ് സ്ഥാനത്തോ സെക്രട്ടറി സ്ഥാനത്തോ തെരഞ്ഞെടുക്കപ്പെടില്ല എന്നതാണ് ഇതിന്റെ വഴിയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആ സമയത്താണ് ഇങ്ങനൊരു സംഘടന നൽകിയത്. അനേകം പ്രശ്നങ്ങൾ കോളനി പ്രദേശത്ത് മദ്യപാനം, അങ്ങനെ മദ്യം വാറ്റുക, കൊടുക്കുക, കുടിക്കുക, അങ്ങനെ പല കേസിലും കോളനിലെ ആളുകൾ അവരറിയാണ്ട് കേസിലെ പ്രതിയാകുക. ബാറ്റുന്ന ആളുകൾ മറ്റൊരാളും പോലീസ് എക്സൈസുകാർ വരുമ്പോഴത്തേന് പിടിക്കപ്പെടുന്നത് ഈ ആളുകളെ. അങ്ങനെ കൊന്നക്കാട് മേഖലയിൽ മേഖല കമ്മിറ്റി ഉപയോഗിച്ചൊരു സമര പരിപാടി ചെയ്തു. ഞങ്ങൾ 3 പഞ്ചായത്തിൽ നിന്ന് കൊന്നക്കാട് മേഖലയിൽ കോളനി പ്രദേശത്ത് താമസിക്കുന്ന മറ്റേ ആളുകൾ ഭാഷ കലക്കിയിട്ട് കോളനിലെ ആളുകളെ വാഴിച്ചൂട്ടിക്കൊണ്ടെത്തി. എക്സൈസുകാർ വരുമ്പോൾ ഈ കോളനിലെ ആളുകളെ പോലീസ് കൊണ്ടുപോകുക. ആ സ്ഥിതി വന്നപ്പോൾ നമ്മളത് ഒരു ദിവസം കഴിഞ്ഞ് തല്ലിത്താറ്. അങ്ങനെ തല്ലിത്താറത്ത് കൊന്നക്കാട് ടൗണിലേക്ക് എത്തിയപ്പോഴത്തേന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഹോട്ടലിൽ കയറി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടിവണ്ടി നടത്തുന്ന പോലീസ് വരികയും ഹോട്ടലിലേക്ക് ചാടിക്കയറുകയുണ്ടായി. ഒരു പോലീസ് ജീപ്പും ഒരു വലിയ ഇടിവണ്ടിയിൽ പോലീസ് ചാടിക്കയറി. ഞങ്ങളൊരു 10-100 ആൾക്കാരുണ്ടായി. എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രധാന പ്രവർത്തകന്മാർ, സ്ത്രീകളില്ല, ആണുങ്ങളുമാണ്, ചെറുപ്പക്കാർ. അങ്ങനെ പോലീസ് ഇടിവണ്ടി വന്ന് നിർത്തി. പോലീസ് CI അടക്കം ഹോട്ടലിലേക്ക് ചാടിക്കയറി. കൃത്യമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞായിട്ടാണ് അന്ന് വന്നത്. ഞങ്ങളെ ഫുള്ള് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇടിവണ്ടി. അങ്ങനെ ജയിലിൽ കിടന്നിട്ടില്ല, കൊണ്ടുപോയി. അന്ന് ബാലം ജില്ലാ ജനറൽ സെക്രട്ടറി ആരവി ബാലം, K ബാലം, BA പാസ്സായ വിദ്യാഭ്യാസമുള്ള ഏക വ്യക്തി അദ്ദേഹമാണ് ജില്ലാ ജനറൽ സെക്രട്ടറി മാത്രമാണ്. ബാക്കി എല്ലാവർക്കും 7ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത. അങ്ങനെ അദ്ദേഹം ജാമ്യം എടുക്കാൻ വേണ്ടി വന്നു. അയാൾ ഈ പരിപാടിയിലുണ്ടായി. പക്ഷെ അയാൾ ചോറ് ഉണ്ണുന്ന സമയത്ത് മൂത്രമൊഴിക്കാനായിട്ട് ഹോട്ടലിൻ്റെ പുറകിലേക്ക് പോയതുകൊണ്ട് പോലീസ് പിടിച്ചില്ല. അയാൾ തണ്ടൂറും മാറി നിന്നത് ഞങ്ങളെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി. എല്ലാവരും പിടിക്കപ്പെട്ട് കൂടെ വന്നിട്ട് ഇയാൾ പ്രശ്നമാക്കി ഇയാളും കൂടെ കയറ്റിയ ജാമ്യത്തിന് ആണെന്നല്ല. അന്നത്തെ പ്രസിഡന്റിനെ കൂടെ വിളിച്ചു വരുത്തി. പ്രസിഡന്റ് പോസ്റ്റ് ഓഫീസിൽ ജോലിയുള്ളതുകൊണ്ട് ഇത്തരം പരിപാടിക്ക് ഞങ്ങൾ ഒഴിവാക്കി മാറ്റി നിർത്തി. ജില്ലാ പ്രസിഡന്റ് M. ഭാസ്കരൻ മാഷാണ് സംഘടന രൂപം. അദ്ദേഹത്തെ ഇത്തരം സമര പരിപാടിയിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തും. ഞങ്ങൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പോകുക. അങ്ങനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളുടെ പേരിലെല്ലാം കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി. കേസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീൻ്റെ മാല
2.5 പവന്റെ മാല ഞങ്ങൾ വീട് കയറി അവരെ ആക്രമിച്ചിട്ട് മാല എടുക്കുന്നതാണ് കേസ്. നമ്മൾ ആ മറ്റൊരു വീട്ടിലേക്കൊന്നും പോയിട്ടില്ല, നമ്മൾ കോളനി പ്രദേശത്ത് മാത്രമാണ് ചെയ്തത്. അത് നിരന്തരം ആ പ്രദേശത്തുള്ള ഒരു ഇതാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ആ കോളനിക്കാരെ അവരോട് എതിരില്ലാത്തത്. അങ്ങനെയാണ് നമ്മളെ അറിയിക്കുന്നത്. എത്രാമത്തെ വയസ്സിലായി സംഘടനാ പ്രവർത്തനം തുടങ്ങി 24ാമത്തെ വയസ്സ്, അല്ല 34ാമത്തെ വയസ്സ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സംഘടനാ പ്രവർത്തനം. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളെ ഇഷ്ടലേരി ആണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ഏരിയയാണ്. നിങ്ങളുടെ ഇഷ്ടലേരി പ്രദേശങ്ങളുണ്ടല്ലോ. ആ നമ്മുടെ ഇഷ്ടലേരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം തയ്യേനി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. കൂട്ടക്കുഴിയായാലും വായിക്കാനായാലും അത്യരക്കമായാലും അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്ന് നിങ്ങൾ ഈ സംഘടനാ പ്രവർത്തനം നടത്തിയ കാലഘട്ടം, അപ്പം അതിൻ്റെ വിഷമങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പം പിന്നെ ഇവിടെ തയ്യൽ അത്യരക്കത്തോ മീനഞ്ചേരിയോ ഇവിടെയൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചത്. അത് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപുഴ ബസ്സിൽ ചെറുപുഴ വന്നിറങ്ങി ചെറുപുഴ കുടിനോൻ പോയിട്ട് കുടിനോത്തിന് ഓടക്കൊല്ലി നടന്നു പോകാം. ഓടക്കൊല്ലി വള്ളക്കാലിൽ പോകുന്നോട്ട് ഫോറസ്റ്റേരി വഴി നടന്നിട്ട് കൂട്ടക്കൊടി വായിക്കാനും അത്തിയടക്കം ഇപ്പുറത്ത് താഴെ ഇറങ്ങാൻ പറ്റില്ല. മലങ്ങാട് ഒരു കോളനിയാണ്. അത്തിയടക്കം വഴി തിരുവാവ്, കാറ്റേങ്കാല, അറക്കത്തട്ട് അതിൽ തീർത്ത് രാത്രി ഏകദേശം ഒരു 10-10:30 കൂടി വീട്ടിലെത്തുക. അന്ന് ടോർച്ച് ഉണ്ടാവില്ല, മെഴുകിൽ ഉണ്ടാവില്ല, ചെറിയ ലാമ്പ് ഇതാണ് കയ്യിലുണ്ടാവുക. ഇതിപ്പം അങ്ങനെ ആണ് എല്ലാ ഞായറാഴ്ചയും പോകും. ഞായറാഴ്ച രാവിലെ ഒരു 6 മണിക്ക് ഞാൻ വീട്ടിൽ പോകും. കട്ടൻ ചായ മാത്രമാണ് കഴിക്കുക. ഭക്ഷണം ഉണ്ടാകുമ്പോൾ 8-9 മണിയാവും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് രാവിലെ 6-6:45-7 മണിക്കൂറിൽ പോകും. പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും ഭക്ഷണം കിട്ടൂല, കഴിക്കൂല. കഴിക്കാനെന്ന് പറഞ്ഞാൽ പൈസ കുറവായിരുന്നു. കാരണം അന്ന് 25 റുപ്യാണ് കൂലി. ഞാൻ പണിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ കുറച്ച് പണി ചെയ്തതിൻ്റെ 80% സ്വന്തമായിട്ട് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ മക്കളെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പൂർത്തീകരിച്ചല്ലോ ഇപ്പോൾ. പക്ഷേ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ ഓരോ സ്ഥലങ്ങളിൽ എത്തുന്ന പെട്ടെന്ന് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ അതിൽ നിന്ന്, അതായത് അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ സംഘടന വല്ലാതെ സംഘടന പ്രവർത്തനം നടത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിൻ്റെ മാറ്റങ്ങൾ ശരിക്കും ഒരു കാലഘട്ടത്തിൽ കോളനിവാസമല്ല. ശരിക്കും നേരത്തെ പറഞ്ഞവർക്ക് ചാരായം വാറ്റുക, കുടിക്കുക, നിങ്ങളുടെ പോയി വാങ്ങുക, 10-11 മണിക്ക് പോവുക, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. സ്ത്രീകളാണ് മറ്റു രീതിയിലാവുക, പുരുഷന്മാരാണെങ്കിലും എല്ലാവരും വെള്ളം കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാം മതത്തിൽ നിന്നത് മാത്രമല്ല, എല്ലാത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്നൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഒക്കെ നിങ്ങളുടെ സംഘടനയായിട്ട് പ്രവർത്തിച്ചിട്ടും ഈ സമയ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയല്ലേ? അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പല കോളനികളിൽ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ? നമ്മളിൽ ഏറ്റവും വിദ്യാഭ്യാസമാണ്. ഞാൻ സത്യം പറയാമോ, ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. സ്കൂളിൽ പഠിച്ചു. സ്കൂളിൽ പഠിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്ന് പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്കും അറിയില്ല. നേരം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഒരു പോലീസുകാർ പോലും വിശ്വസിക്കുന്നില്ല അത്രയും കാര്യങ്ങൾ. നേരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ അവരെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക. എൻ്റെ അറിവില്ല, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം പോരായുള്ളൂ. സമൂഹത്തിന് മാറ്റം വരുത്താൻ വേണ്ടി വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത്. പക്ഷെ അന്ന് സംഘടനാ സെറ്റപ്പ് ആ രീതിയിലല്ല. ഞാൻ സംഘടനാ രംഗത്ത് വരുമ്പോൾ സംഘടനാ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു ജില്ലാ കമ്മിറ്റി, ഒരു 15-20 ആളാണ് ജില്ലാ കമ്മിറ്റി ഉണ്ടാകുന്നത്. അത് പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ഒരു ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഒരു 15-20 ആൾ. അന്നേരം ഒരു കാസർഗോഡ് ഈസ്റ്റ് മുതൽ കാലമ്പാടി വരെ, കർണാടക അതിർത്തി വരെയുള്ള പഞ്ചായത്തുകൾ, 12 പഞ്ചായത്തുകളിൽ ഈ രീതിയിലാണ് പ്രവർത്തനം. നമ്മുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏകോപനം ഉണ്ടാകാത്ത ഒരു രീതിയിലാണ് പ്രവർത്തനം ചെയ്യുന്നത്. അത് മനസ്സിലായിക്കൊണ്ട് പലതവണ ഈ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കണം ജില്ലാ കമ്മിറ്റിയിൽ, എന്നുവെച്ചാൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ യൂണിറ്റ് കമ്മിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്താണ് ആദ്യം വരുന്നത് ഫസ്റ്റില്. അതിനുശേഷം യൂണിറ്റിൻ്റെ പ്രസിഡന്റായി, പിന്നീട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വന്ന് പലതവണ ജില്ലാ കമ്മിറ്റി
കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. അന്നേരം എൻ്റെ ഒരു ആവശ്യം ജില്ലാ കമ്മിറ്റി പരിഗണിക്കാതെ വളരെ അർത്ഥത്തിലുണ്ട്. അങ്ങനത്തെ എൻ്റെ ആവശ്യം ഒരു പാർലമെന്റ്, ഒരു നിയമസഭ എങ്ങനെയാണ് നടക്കുക, ഒരു നിയമസഭയിൽ എന്താണ് സെറ്റപ്പ്, ആ കണ്ടീഷനിൽ ഒരു സംഘടന സെറ്റപ്പ് നൽകി വന്നാൽ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യ മേഖലയിൽ, കായികം അത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ എഴുതി തയ്യാറാക്കി നമ്മൾ അന്നത്തെ ജില്ലാ കമ്മിറ്റി പറഞ്ഞു. അത് പരിഗണിക്കാതെ വന്നപ്പോൾ അത് 50 രൂപ ഫീസ് കൊടുത്ത് കടിമേനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി, ശ്രീകു നടത്തി മമ്മിച്ചാൻ്റെ ഉണ്ട്. അന്നേരം ഞങ്ങളൊരു 13 ആള് കൂലിപ്പണി നടക്കുന്നത്, അന്ന് 10 രൂപയാണ് കൂലി. അന്നേരം കൂലി പറഞ്ഞ് ചോദിച്ച് മേടിക്കണം കണക്കറിയില്ലേ, പല ആളുകളെ പറ്റിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. അങ്ങനെ വന്നപ്പം ഞങ്ങളൊരു സിനിമ പോയി വരുന്ന വൈദ്യുതി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തി, നമുക്ക് അക്ഷരം പഠിക്കുന്ന തീരുമാനം. അങ്ങനെ പണിയെടുക്കുന്ന പൈസയും 50 രൂപ വെച്ച് ഫീസ് കൊടുത്ത് പഠിച്ചു. ഇപ്പോൾ ആ അക്ഷരം കൊണ്ട് ആരെഴുതിയത് വായിക്കും. എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ആര് എങ്ങനെ എഴുതിയാലും ഞാൻ വായിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കും, എല്ലാ പുസ്തകങ്ങളും വായിക്കും. ഇപ്പം ചരിത്രം വായിക്കുന്നുണ്ട്, ചരിത്രം അങ്ങനെയാണ് ചരിത്രങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ സാധ്യമായ ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ നമ്മളൊരു തിരിച്ചറിവുണ്ട്. എൻ്റെ പരമായിട്ട് ഇപ്പോൾ ഞാൻ വന്ന ജില്ലാ കമ്മിറ്റിയിൽ ആ രീതിയിലാണ് സംഘടന സെറ്റ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചു. അത് 5 അധ്യാപകരാണ് അതിൻ്റെ തലപ്പത്ത് കൺവീനർ ചേർന്ന കൈകാര്യം ചെയ്യുന്നവരാണ്. ആരോഗ്യ കമ്മിറ്റിയുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ കമ്മിറ്റിക്ക് 10 ആള് ജില്ലാ കമ്മിറ്റി മാത്രമേ. മേഖല കമ്മിറ്റി 3 മേഖല കമ്മിറ്റിയാണ് പോകുന്നത്. അത് പരപ്പാ മേഖല കമ്മിറ്റി, ഈസ്റ്റ് വെസ്റ്റ് കരിന്തളം പഞ്ചായത്ത്, 4 പഞ്ചായത്തെ ഏകോപിച്ചുകൊണ്ട് ഒരു മേഖല, പിന്നെ കോടമ്പുറത്ത്, ഇപ്പോൾ തന്നെ കുറ്റിക്കോട് മേഖല. അങ്ങനെ 3 മേഖല കമ്മിറ്റി നിലവിൽ വന്നു. പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂ. ഈ 3 മേഖല കമ്മിറ്റിയുടെ പ്രവർത്തനം മാത്രമാണ്, രൂപീകരണം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി യൂണിറ്റ് രൂപീകരണം തുടങ്ങണം. ആകെ ഇപ്പോൾ ജില്ലയിലുള്ളത് 4 യൂണിറ്റുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഓരോ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ മേഖലകളുടെ മേഖലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയുടെ മേഖലകൾ മാത്രമല്ല, ഒരു സബ് ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞാൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതും കൂടാതെ നമുക്കിപ്പം പ്രധാനമായിട്ട് കിട്ടുന്നത് ഈ പട്ടികജാതി കുട്ടികൾപ്പെട്ട ആളുകൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പകുതിയെത്തുന്നു എന്നുള്ളത് ഒരു പരാതി എല്ലാവർക്കും ഉണ്ട്. ചില ആളുകളൊക്കെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയത് ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ മറ്റു രീതിയിൽ ആളുകളെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കൂലി കൊടുക്കാതെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിലൊക്കെ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് പറ്റും. ഇതില് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി, സാമ്പത്തികമായിട്ട് പുരോഗതിക്ക് വേണ്ടി അത് ചെയ്യേണ്ടത് സർക്കാർ തലത്തിലാണ്. സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും മറ്റ് ആനുകൂല്യങ്ങളാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇതൊരു 4-5 വർഷമായിട്ട് റദ്ദായിട്ടാണ്. സർക്കാർ തലത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നില്ല, റദ്ദായിട്ടാണ്. എന്നുവെച്ചാൽ ഈ ഗ്രാൻഡ് പദ്ധതി കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യാണ് 4 വർഷം. അതുപോലെ തന്നെ ഒരു കമ്മീഷൻ 10 വർഷം മുമ്പ് ഒരു ശുപാർശ ചെയ്തിട്ടുണ്ട്, പ്രഭാകരൻ കമ്മീഷൻ. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പോകുന്നത് ഈ കാഞ്ഞങ്ങാട് നമ്മൾ രേഖാമൂലം അതിന്റെ പകർപ്പ് ചന്ദ്രശേഖരൻ ഇത് നിയമസഭയിൽ അവതരിപ്പിച്ച് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക. എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ മലബാർ കൊറക വിഭാഗത്തിനാണ് പരിരക്ഷ കൊടുക്കാൻ വേണ്ടി ആ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസം പ്രഭാകരൻ കമ്മീഷൻ എന്നുവെച്ചാൽ ഈ വിദ്യാഭ്യാസം, ജോലി, ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അവരുടെ ഈ മലബാർ കൊറക വിഭാഗത്തിന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് MLAക്ക് കൊടുത്തിട്ട് അന്നത്തെ വകുപ്പുണ്ട് കൊടുത്തിട്ട് നിയമസഭയിൽ അത് സംസാരിക്കുകയോ അതിന് വേണ്ട നടപടി സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തു. 10 വർഷമായി നടന്നു. ഞാനൊന്നും ജില്ലാ കമ്മിറ്റിയിലില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റിയാറില്ല. പക്ഷെ അത് നമ്മളത് വീണ്ടും ചെയ്യാൻ വേണ്ടി ആലോചിച്ചു. ഇന്നലെ കമ്മിറ്റി കൂടി അതിന് അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന MLA
നടന്നിട്ടില്ല. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് കുറേയൊക്കെ നടക്കുന്നുണ്ട്. ആവശ്യത്തിൽ കുറേ അവർ നോക്കി. പിന്നെ റോഡ് പാലങ്ങളൊക്കെ കൊണ്ടുവരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു വിഷയങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചത് ആ ഒരു വിദ്യാഭ്യാസത്തിലൊരു മാറ്റം വന്നു. ഈ ഇവർക്ക് കിട്ടാനുള്ള പറഞ്ഞ പോലെ കക്കൂസ്, വീട്, സ്വന്തമായിട്ട് ഭൂമിയുള്ള അവസ്ഥ, ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാറ്റാവലിയിൽ കണ്ടതുപോലെ ഫോറസ്റ്റ് ഏരിയയിലാണ് സാധാരണ ഇവർ താമസിക്കുന്നത്. ആ താമസിക്കുന്ന സമയത്ത് മരങ്ങളൊന്നും മരം മുറിക്കാൻ പറ്റില്ല. അത് വീടിന് മുകളിൽ വീഴുന്നൊരവസ്ഥ. പിന്നെ ഇതുപോലെ കുന്നിൻ്റെ തിരുവള്ളായിരിക്കും താമസിക്കുക. കാരണം അവർക്ക് മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞ് ഇതുപോലെ കെട്ടിപ്പൊക്കി ചെയ്യാനുള്ള സംവിധാനമില്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെയുള്ള കുറേ അവസ്ഥകളും അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരത്തിൽ വളരെ വ്യത്യാസം. ആ ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴും പലരും പറയുന്നതൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ സാധാരണ സ്ത്രീകൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 600 രൂപ 700 രൂപ. ഇത് 200 രൂപ തന്നെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ചൂഷണത്തിന് മുമ്പങ്ങനെ ആയിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ കുറേ ആളുകൾ റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ട്, റേഷൻ ആകാത്ത ഭാഗം പറ്റാത്തവരുണ്ട്, സ്വന്തമായി സ്ഥലമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കുഞ്ഞിനോട്ടുള്ള പ്രവർത്തനം സംഘടന മാത്രമല്ല, നിങ്ങൾ സംഘടന എന്ന രീതിയിൽ മാത്രം നല്ലൊരു പ്രവർത്തനം. അപ്പം ആ ഒരു രീതിയിൽ കുഞ്ഞിനോട്ടുള്ള ഒരു അനുഭവങ്ങളാണ്. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഘടനയുടെ രൂപത്തിൽ എല്ലാവരും കൂട്ടായിട്ടുള്ളത്. നിങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒറ്റയ്ക്കുള്ള ഒരു പോരാളി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോകുന്നതും വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഞായറാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പോവുക, രാത്രി 10 മണിയോടുകൂടി തിരിച്ചെത്തുക, ഭക്ഷണമല്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യം, അപ്പം അതിലൊക്കെ ഈ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒന്നിൻ്റെ അനുഭവങ്ങൾ ചുരുക്കിയിട്ട് പറയാൻ പറ്റും. അങ്ങനത്തെ അനുഭവം വെച്ചാൽ കൂടുതലും കോളനിലെ ആളുകളെ മറ്റുള്ള ആളുകൾ പറ്റിക്കുക വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ട് വീട് പണിയാൻ സർക്കാർ പൈസ കൊടുത്താൽ തന്നെ 4 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 70,000 റുപ്യ 75,000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പണിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് മറ്റൊരാളെ ഏൽപ്പിക്കും കരാറ്. ഈ കരാറ് കൊടുക്കുന്നത് മുഴുവൻ ഫണ്ട് മാറിയിട്ട് അവൻ പോവുകയും ചെയ്യും, വീട് പണി കഴിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പല വീടുകളും വളാൽ പഞ്ചായത്ത് അടക്കം, വളാൽ പഞ്ചായത്ത് അത്തിയടക്കം ആ തോടിൻ്റെ തൊട്ടപ്പുറം ഒരു 13 വീടുണ്ട്. അവിടെ ആ കുന്നിൽക്കാട് ഒരു 4-5-8 വർഷം മുമ്പാണ് മാവോയിസ്റ്റ് പ്രശ്നം വന്നിട്ട് കണ്ണൂർ പേസൽക്കോടിൻ്റെ പോലീസ് അടുക്ക ആൾ പോയിട്ടുണ്ടായി. അതായത് എൻ്റെ നമ്പർ ആര് കൊടുത്തിട്ട് ഈ വീടിൻ്റെ പണി ഇങ്ങനെ പെൻഡിങ്ങിൽ കണ്ടിട്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ അത് വളാൽ പഞ്ചായത്ത്, ഞാൻ ഈസ്റ്റർ പഞ്ചായത്തിലെ പ്രവർത്തനമാണ്. പക്ഷേ ഇതിൻ്റെ 2 പോലീസുകാർ പറഞ്ഞു CK പിന്നാനായിട്ട് ചെയ്തുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തീർക്കുന്നു. നിങ്ങൾ CK പിന്നാന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്, ഏത് സംഘടനയാണ്? ഞാൻ പറഞ്ഞു ഇന്ന സംഘടനയാണ് സാർ. പക്ഷേ വളാൽ പഞ്ചായത്തിൽ പോയിട്ട് ഒരു വീട് തീർക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അവരാരാന്ന് ഞാൻ ഇത്ര വർഷമായി, അത് 6 വർഷമായി എന്നാണ് വീട് പറയുന്നത്. ഞാൻ പറഞ്ഞു സാർ 6 വർഷം മുമ്പ് കരാറെടുത്ത് കിട്ടിപ്പോയാൽ പുള്ളിനെ കണ്ടുപിടിക്കണം തന്നെ ബുദ്ധിമുട്ടാണ്. അവരിലേക്ക് നിങ്ങൾ എത്തിച്ചാൽ പോലെ കാരണം പേസൽക്കോടിൻ്റെ SI പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ വളരെ നല്ലത്, അങ്ങനെയെങ്കിൽ നാളെ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഞാൻ ആ സ്ഥലത്ത് പോകാം. അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം ചെയ്തു കൊടുക്കാം. ചെയ്ത് കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല, പരമാവധി പരിശ്രമിക്കാം. അങ്ങനെ പിറ്റേ ദിവസം ഞാനത് പോയി ഈ ആളുടെ ടെൻഡർ എടുത്ത ആളുടെ നമ്പർ ചെയ്തിട്ട് എന്നിട്ട് മറ്റേ കണ്ണൂരേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു പലർക്കും ചെയ്യാനും വിളിച്ചിട്ട് സഹായം വേണമെന്ന് ഞാനവിടെ പോവുക, അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പലർക്കും ആയിട്ട് സംസാരിച്ച് അങ്ങനെ കണ്ണൂരിൽ നിന്ന് CA ഓഫീസിലേക്ക് അവർ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അങ്ങനെ ഈ ടെൻഡർ എടുത്ത മുതലാളിനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് കൊടുക്കുക. അന്നേരം അയാൾ വന്നിട്ട് 3 മാസം അവധി ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 വർഷം മുമ്പ് നിങ്ങൾ കരാറെടുത്ത് ഫുൾ പൈസയും മാറ്റി പോയതാണ്. ഞാൻ പറയുന്ന ഒരു ഡേറ്റിൻ്റെ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ അന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തീരണം. അങ്ങനെ ഞാൻ ഡേറ്റ് പറഞ്ഞു, 25-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് സമയം പറഞ്ഞു. അത് CA പറഞ്ഞു ഈ സമയത്ത് നമുക്ക് വീട് തീർക്കാൻ പറ്റും. അത് തീർക്കാൻ പറ്റില്ല, 3 മാസം. ഞാൻ പറഞ്ഞു നടക്കില്ല, 3 മാസമില്ല, ഈ 25-ാം തീയതി വീട് തരുന്നു. അന്ന് രാവിലെ തൊട്ട് ഞാൻ ആടിയില്ല, അന്ന് വാർക്കണം. അങ്ങനെ ഗ്രൗണ്ടിൽ വെച്ചു വന്നു. 25-ാം തീയതി ഞാൻ രാവിലെ അവിടെ പോയി അന്ന് വൈകുന്നേരം വീട് വാങ്ങി പണി തീർത്തു. അങ്ങനെ ഇടപെട്ട എല്ലാ കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഉദ്യോഗസ്ഥ തലത്തില് ഈ സംഘടനകളുടെ സംഘടനയല്ല, ശരിക്കും നിങ്ങളുടെ ആളുകൾ മലയോട്ട് സമുദായത്തിലുള്ള പട്ടികജാതി പട്ടികവർഗപ്പെട്ടവർ
ഉദ്യോഗസ്ഥ തലത്തിലും വലിയൊരു ചൂഷണം നടക്കുന്നുണ്ട്. നിങ്ങളെ വകുപ്പ് തലത്തിലല്ല, അത് സ്വാഭാവികമായും പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ജില്ലാ തലത്തിലോ ഒക്കെ ആയിട്ട് പഞ്ചായത്ത് ഫണ്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിലും പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയൊരു അഴിമതി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫണ്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുള്ളൂ. കഴിഞ്ഞ മാസം 9-ാം തീയതി കളക്ടറെ കാണാൻ പോയി. ഈ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഗ്രാൻഡ്, ഭവന നിർമ്മാണം, മറ്റത് ലൈഫ് മിഷൻ പദ്ധതിൻ്റെ 1000കണക്കിന് വീടുകൾ കഴിഞ്ഞ വർഷം ഗ്രൗണ്ടിൽ വെച്ച് എല്ലാ രേഖകളും മറിച്ചു വെച്ചു. ഇവർ ഈ നിലവിലുണ്ടായ വീട് പൊളിച്ചു മാറ്റി ചെയ്തു, തറയും കെട്ടി. ഇവർക്കിപ്പോൾ പൈസ 1 വർഷമായിട്ട്. അന്നേരം ഗ്രാമസഭ പറയുന്ന പൈസ വന്നില്ല. കുട്ടികളുടെ ഗ്രാൻഡ് ചോദിച്ചാൽ അവർ പറഞ്ഞ് പൈസ വന്നിട്ടാൽ പൈസ വരുന്ന മുറക്ക് തരാം എന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം പോയി. അന്നേരം ഒരു കുട്ടി ആലപ്പുഴയിൽ നേഴ്സിങ്ങിന് പഠിക്കുന്നത് 4-ാം വർഷമാണ്. അതായത് കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റി. അന്നേരം കുട്ടി പരീക്ഷ എഴുതാണ്ട് കുട്ടീനാണ് തിരിച്ചു വിടാൻ വേണ്ടി ഹോസ്റ്റലിനാണ് അധ്യാപകർ പറഞ്ഞു. പരീക്ഷ എഴുതാൻ പറ്റില്ല. കുട്ടീൻ്റെ രക്ഷിതാക്കളെ വിളിച്ചു പറഞ്ഞു. അതായത് നമ്മളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നാളെ ഞങ്ങൾ കളക്ടർ കാണുന്നു, നിങ്ങളും തീരുമാനമാക്കി തരാം. അങ്ങനെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. കളക്ടർ എടുത്താണ് അപേക്ഷ രജിസ്റ്റർ ചെയ്തു. ഞാൻ പറഞ്ഞു കുട്ടിയോട് ഉറപ്പായിട്ട് പൈസ കൊടുക്കാത്തതുകൊണ്ട് കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. രക്ഷിതാവ് വീണ്ടെടുക്കുന്നുണ്ട്, അയാൾക്ക് കൂലിപ്പണി എടുക്കാൻ പറ്റും. ഇവരുടെ ഭാര്യ രോഗിയാണ്, പഠിക്കണം. അതാ പെൺകുട്ടി നേഴ്സിംഗ് ചേർന്നു. അവർ പഠിച്ചിറങ്ങിയാൽ ഈ കുടുംബത്തിന് രക്ഷിക്കാവുന്ന കണക്കൂട്ടിലാണ് ഇവരും പ്രതീക്ഷിച്ചത്. അന്നേരം സാറ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ശുപാർശ വിളിച്ച് പറയുകയോ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ പറ്റും. അന്നേരം കളക്ടർ വിളിച്ചു. ഇങ്ങനെ ഒരു സംഘടനയുടെ ആളുകൾ ഭാരവാഹികളുണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരെ അങ്ങോട്ട് ഞാൻ വിടാനാണ്. അങ്ങനെ ഞങ്ങളവിടെ പോയിരുന്നു. 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ 1,36,000 രൂപ കുട്ടീൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു. അതിന് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഇത് വെൻഡിങ്ങിലാക്കിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പഴയതിൽ നിന്നും ഞാൻ നേരത്തെ പറയാം, വണ്ടി പോലെ എത്താത്ത കുറേ സാധനങ്ങളുണ്ട്, പല സാധനങ്ങളുണ്ട്. കണ്ടതിനാണ് പോയിക്കൊണ്ടിരുന്നത്. വണ്ടി വിളിച്ചാൽ പോകാം, പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തില്ല. അപ്പൊ ഈ കോളനികളിലും ഇതുപോലെയുള്ള ആളുകളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം. ചില പ്രദേശത്ത് എല്ലാം മാറ്റങ്ങൾ, ചില പ്രദേശത്തേക്ക് സംഘടന പ്രവർത്തകരെ കടന്നയെല്ലാം പോകും. എന്തുകൊണ്ടാണ് എന്നുവെച്ചാല് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയം വൽക്കരിക്കാനാണ്, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണ് എന്നാണ് ചില പാർട്ടി നേതാക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സംഘടനന്റെ ആളുകൾ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന് പറയാം. അത് വായിക്കാനും കോളനിയിലാണ് സംഭവിച്ചത്. ഈസ്റ്റിൽ ഞാൻ അനുഭവിച്ച് വായിക്കാനും കോളനില്ല. അന്നേരം വായിക്കാനും കോളനിൽ അനേകം തവണ നമ്മൾ പോയിട്ടും വായിക്കാനും കോളനില്ല. ഒരു കുട്ടി പോലും നമ്മളോട് സഹകരിക്കാനോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ചെയ്യാറില്ല. പക്ഷെ ഞാൻ അവരറിയാണ്ട് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒരു കുട്ടീൻ്റെ കൈ കത്തി കൊണ്ട് വെട്ടി മുറിഞ്ഞു, 4 പേരിലും മുറിഞ്ഞു. ചെറിയ കുട്ടിയാണ്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ കുട്ടി ഒരു പ്രൊമോട്ടർ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടീൻ്റെ കൈ മുറിഞ്ഞു, വിരൽ അറ്റുപോയി. അന്നേരം തുന്നി ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പൈസ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ പറഞ്ഞു നമ്മളെ പറ്റുന്ന വിധത്തിൽ സാമ്പത്തികം എത്തിച്ചേരാം. അങ്ങനെ 14,000 രൂപ പിരിച്ച് ഞാൻ ഒരു മുമ്പൻ അനീഷിൻ്റെയും അന്നത്തെ സെക്രട്ടറി ആയിരുന്നു രതീഷിൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ട് ഞാൻ അവിടെ പോയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആയി ബന്ധപ്പെട്ട് ഞാൻ അത് പോകാണ്ട് തന്നെ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഞാനാണെന്നുള്ളത് ചില ആളുകൾക്കല്ല ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസ മറ്റുകാരന് ഫണ്ട് ഉണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതിനത് കാരണമാണ് നമ്മൾ പറഞ്ഞ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പൈസ കിട്ടും. അപ്പം നിങ്ങൾ പോയി സംസാരിച്ചു, അപ്പം തന്നെ അയച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഫണ്ട് നിലവിലുണ്ട്, പക്ഷെ അത് എവിടെയാണ് അതിൻ്റെ ആ ബ്ലോക്ക് നിലനിന്നില്ല അവസ്ഥ. ഇപ്പം കളക്ടറോട് സംസാരിച്ചപ്പം കളക്ടർ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിന് ഇപ്പം തീരുമാനമാക്കാന്ന് പറഞ്ഞു. അത് ആ വഴി തീരുമാനമായി. അന്നേരം അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മുഴുവൻ കുട്ടികൾക്കും ഗ്രാൻഡ് അനുവദിക്കണം, എത്രയും പെട്ടെന്ന് നൽകി 4 വർഷമായിട്ട് വെൻഡിങ് ഗ്രാൻഡ് അനുവദിക്കണം എന്ന് പറഞ്ഞു കളക്ടർ തന്നെ. ഇത് അതും വെച്ചിട്ടില്ല അപേക്ഷ. ഞങ്ങൾ 5-6 പോയത് 5-6 പല അപേക്ഷകൾ ഒറ്റക്കൊറ്റയ്ക്ക് കൊണ്ട് കൊടുക്കുകയും. ഞാൻ ചോദിച്ചത് ഫണ്ട് ഉണ്ടല്ലോ, ചോദിച്ചപ്പം നിങ്ങൾ പോയി അവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് കിട്ടി. ഉണ്ടാക്കിയതല്ല, അപേക്ഷ കൊടുത്ത് കാര്യങ്ങൾ നടത്തി കിട്ടി.
പക്ഷെ അതുപോലെ ഫണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. പക്ഷെ അത് എന്തുകൊണ്ടാണ് കൊടുക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി? അത് ഉദ്യോഗസ്ഥ തലത്തിൽ വെൻഡിങ്ങിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ ഏതായാലും മറ്റൊരു ഫണ്ട് എടുത്തിട്ട് പട്ടിക കുട്ടീന്റെ പഠനത്തിന് അയക്കാൻ കഴിയില്ല. അതേ ഫണ്ട് മാത്രമേ അയക്കാൻ കഴിയും. മറ്റൊരു ഫണ്ടും അതിലേക്ക് പകമാറ്റാൻ ചെയ്യാൻ പറ്റില്ല. അത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് ഉറപ്പിച്ചു പറയുന്നത് തന്നെയാണ് സ്ഥിതി. ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് പഞ്ചായത്ത് തലത്തില് ഈ കക്കൂസ് അതുപോലെ പണി പൂർത്തിയാക്കാൻ പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ നിലവിൽ. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, ഒരു 6-8 മാസം മുമ്പ് സർക്കാർ കൊടുത്തു, ഞാൻ എന്ന് കൊടുത്തു 10-11 കക്കൂസുകൾ പാസ്സാക്കിയെന്ന് പണിയാൻ വേണ്ടി ഉത്തരവ് കൊടുത്തു. ഇവർ കടിമേ കടയിലെ 1-2 കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് കക്കൂസ് പൂർത്തീകരിച്ച് പഞ്ചായത്ത് പോയി പൈസക്ക് വേണ്ടി പോയപ്പോഴത്തേന്ന് പറഞ്ഞു ഫണ്ടില്ല. അന്നേരം ഫണ്ടില്ല എങ്കിൽ ഇവരോട് എങ്ങനെയാണ് പണിയാൻ പറയുക? ഫണ്ടില്ലാത്ത ഒരു വ്യക്തിയോട് ഇവരെ പണിയാൻ പറയില്ലല്ലോ. ഇവർ കടം മേടിച്ച് പണിയും ചെയ്തു. ഇപ്പൊ ഇവർക്ക് പൈസ ഇല്ല. ഇവർക്കിപ്പോൾ ടൗണിലേക്കോ കടകളിലേക്കോ പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഫണ്ട് എല്ലാ ദിവസവും പോകുമ്പോൾ ഇവരോട് പറയുന്നത് ഫണ്ട് വരുമ്പോൾ തരാണ്. അന്നേരം ആ ഫണ്ടടക്കം ഇവർ വകമാറ്റി എന്നാണ് അറിയാൻ സാധിച്ചത്. ഫണ്ട് ഉണ്ടായിരുന്നു, ഇല്ല കിട്ടിയില്ല. ഇപ്പം കോളനിയിലെ ഊര് മുപ്പനാണ്. എന്നുവെച്ചാൽ കോളനിയായിട്ട് ബന്ധപ്പെട്ട് കോളനിയിലെ ഊര് മുപ്പനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കോളനിക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യത്തിന്റെ പരമാധികാരി ഊര് മുപ്പനാണ്. അനീഷാണ് നല്ലൊരു കോളനി ഊര് മുപ്പൻ. അയാൾ പഞ്ചായത്തിൽ പോകുമ്പോൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നും അറിയില്ല. ഒരു 80% മേലെ പഞ്ചായത്ത് പറഞ്ഞുകൊണ്ട് കൂട്ടുന്നുണ്ടാവും, ഉറപ്പാണ്. എന്നാൽ അതും ശരിയായിട്ട് പ്രവർത്തിച്ചാൽ കാര്യം നടക്കും എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഞാനിപ്പോൾ ഇടയായതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം പോയപ്പോൾ ഇവർ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു പൈസ കിട്ടിയില്ല, നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞത് ഞാൻ പറയാം പഞ്ചായത്തിലേക്ക്. ഇവർ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ സമയത്തും പോകാൻ തയ്യാറാണ്. പക്ഷേ ഇവർ വിളിക്കുമ്പോൾ പറയുന്ന നാളെ പണിയുണ്ട്, മറ്റന്നാൾ പണിയുണ്ട്, ഓരോ ദിവസം നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന ദിവസം നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ പണി മാറ്റി വെച്ച് വരാൻ പറ്റുവാണെങ്കിൽ പൈസ മേടിച്ച് തരാമെന്ന്. ഞാൻ മേടിച്ചതാണ്. ഞാൻ ഒരുപാട് അനുഭവിച്ച ഇത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ. കാരണം നമ്മളെ മുന്നേ നിർത്തിക്കൊണ്ട് നമ്മളെ തരലാക്കി സംസാരിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ എല്ലാ ഓഫീസിനും, കാരണം നമ്മളൊന്നും അറിയാത്തവരാണെന്നുള്ള ധാരണയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് പട്ടികവർഗ ഓഫീസിൽ സെക്ഷൻ ക്ലർക്ക് കരിമേരി സ്റ്റേറ്റ് ബാങ്കിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ച് മാനേജർ തിരിച്ച് ഇയാളോട് എന്താണ് പറഞ്ഞതെന്നറിയില്ല. അത് സാറേ ഇവരൊരു ഭാഗത്തിരിവില്ലാത്ത മനുഷ്യന്മാരെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കും. അയാൾ പറഞ്ഞത് വേറൊരു വാക്കാ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞ ആർക്കാണ് എന്താണ് സാർ സംസാരിച്ചത്, ഞാൻ പറഞ്ഞത് മാനേജറാണ്. അയാൾ പറഞ്ഞത് വാക്ക് എന്താണ്, ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാക്കാ പുള്ളി പറഞ്ഞത്. കൾച്ചർ ഇല്ലാത്ത വിഭാഗം ഈ സെഷൻ ക്ലർക്ക് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു സാറേ അത് ഞാൻ ഇതിലാണ് ഞാൻ തക്കതായ മറുപടി എന്നൊരു ചോദിച്ചു. ഇയാൾ കാടി നയിച്ചു ഇരിക്കട ആരാണ്. ഞാൻ പറഞ്ഞത് ഓഫീസ് പട്ടികവർഗ ഓഫീസാണ്, എനിക്ക് തോന്നിയാസം പറയേണ്ട ഓഫീസല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്നെക്കാളും അറിവില്ലാത്ത ഒരു അത് ചെയ്തു കൊടുക്കാനാണ് നിങ്ങൾ ഈ കാസാരപ്പുറത്ത് എല്ലാവരും സമ്മതം വിളിച്ചിട്ട് ഈ കാസാരപ്പുറത്ത് ആയി വേണ്ടി വരുന്നവർ തോന്നിയാസം പറയാനല്ല. അങ്ങനെ എല്ലാ ഓഫീസിനും അത്തരത്തിലുള്ള അനുഭവമില്ല. കാരണം വീടിന്റെ പൈസ മാറുന്നത് ഇവർ 5000 കൊടുത്താൽ മാത്രമേ പൈസ മാറൂ. ഇപ്പോഴും ഇപ്പം പട്ടികവർഗ ഓഫീസിലുണ്ടോന്ന് അറിയില്ല, എന്നോടാരും പറയില്ല. കാരണം എന്നോട് പറഞ്ഞാൽ ഞാനിത് കലർക്കുമെന്ന് അറിയിക്കാറില്ല. ഇത് ഒട്ടിനും മേടിക്കുന്ന പല ആളുകളുണ്ട്. കാരണം തെറ്റായി ചെയ്യാൻ വേണ്ടി, വീട് പൂർത്തീകരിക്കാൻ വേണ്ടി പൈസ മേടിക്കുക. 5-6 വീട് മേടിച്ചിട്ടും വീട് പൂർത്തീകരിക്കാത്ത ആളുകൾ അവർക്ക് പിന്നെയും വീട് കൊടുക്കും. മാഷിനറിയാമല്ലോ, നമുക്ക് വീടില്ലാണ്ട് പൊളിഞ്ഞ ഒരു ഓടിട്ട വീട്ടിലാണ്. വർഷങ്ങളോളം ഞാൻ അപേക്ഷ കൊടുത്ത് പരാതിയായിട്ട് പോയി എനിക്ക് വീട് തന്നു. അവസാനം കലക്ടർക്ക് ഫോട്ടോ സഹിതം എടുത്ത് കലക്ടർക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ നമുക്ക് വീടാൻ പൂർത്തീകരിക്കും. എനിക്ക് തരാത്തതിന് കാരണം ഞാനൊരു പ്രായ പൈസ എവിടേക്ക് കൊടുത്തില്ല, കിട്ടൂല എന്ന് പറയുന്നത്. അന്ന് പട്ടികജാതിയിലുള്ളപ്പം 88 രൂപം കൊണ്ട് ആ സമയം കിട്ടും. 88-ലാണ് സംഘടന രൂപം കൊടുക്കുന്നത്. 93-ലാണ് നമുക്കൊരു വീടാൻ വേണ്ടി പട്ടികജാതി വകുപ്പിലെ ഒരു ശ്രീധരൻ എന്ന് പറയുന്ന സാറാണ് ഓഫീസർ.
എല്ലാവരും പൈസ കൊടുത്തു 5000 വെച്ച്. എന്നോട് ചോദിച്ചപ്പം KAV ആണ് എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്, പുള്ളിയാണ് പരിചയപ്പെട്ട് അവിടെ ഈ ഇതെല്ലാം ചെയ്തു തന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ നായ പൈസ അയാൾക്ക് കൊടുക്കുന്നതാണ്. അന്നേരം പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ ഒപ്പിടില്ല, അത് ഇത് തരില്ല, എന്താണ് ചെക്ക് തരികയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അയാൾ ചെക്ക് പൈസ കൊടുത്തിട്ട് അയാൾ ചെക്കാൻ പോകുന്നത്. ഇയാൾ കുടുംബസ്വത്തിൽ നല്ല നമുക്ക് ഗ്രാൻഡ് തരുന്നു, സർക്കാർ അനുവദിച്ചത് ചില ന്യായമായ നിയമപരമായിട്ടുള്ള ആനുകൂല്യം തരുന്നുണ്ട്, അതിൽ കൂടുതലൊന്നും ഇത് തരുന്നില്ല. അങ്ങനെ ഞാൻ പൈസ കൊടുക്കാത്തതുകൊണ്ട് വീട് ഗ്രാൻഡ് തരാണ്ടിരിക്കും, പിടിച്ചു വെച്ചാണ്. 1 വർഷത്തിന് മേലെ എൻ്റെ വീട് തീർന്നു. ഞാൻ വീട് ശാരദ ഹോട്ടലിൽ കുറച്ച് റബ്ബറുണ്ടായിരുന്നു, ആ വീട് നിൽക്കുന്നതിൻ്റെ മുകളിൽ വശം ആ റബ്ബറെല്ലാം മുറിച്ച് വിറ്റിട്ട് എൻ്റെ വീട് ഞാൻ പൂർത്തീകരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഒരു തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇയാൾ വന്നിട്ട് നോക്കി അങ്ങനത്തെ വീട് കിട്ടിയെന്ന് നീ വെച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ മക്കൾക്ക് കിടക്കണം, ചെറിയ കുട്ടികളാണ്ടാണ്. ഞാൻ വീട് പണിത് അതിന് എന്താ വേണ്ടത്, എൻ്റെ പൈസ വേണ്ടേ ബാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടാകും. 35,000 റുപ്യാണ് വീടിന് അനുവദിച്ചത്, അതിൽ 5,000 ഇയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് വരുന്നത്? അതുകൊണ്ട് അങ്ങനെ ഇത് ഒഴിവാക്കി. അങ്ങനെ പല അനുഭവം, ഒരുപാട് അനുഭവമുണ്ട്. കക്കൂസ് 10,000 റുപ്യ കക്കൂസ് തന്ന 500 റുപ്യ പോയി ഗ്രാമസഭ നടത്താം. കാരണം നേരിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. കോളനിൽ കക്കൂസ് നോക്കാമെന്ന് ഞാൻ കക്കൂസ് കൊടുത്ത് 28,000 റുപ്യ, 1000 റുപ്യാണ് കക്കൂസ് അനുവദിച്ചത്. ഈ 1000 റുപ്യക്കാണ് ഇയാൾക്ക് 500 കൊടുക്കുന്നത്, അല്ല 2000 റുപ്യ കക്കൂസിനാണ്, ബ്ലോക്കിൻ്റെ കക്കൂസ് ഗ്രാമസഭ. അങ്ങനെ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ 2000-ൽ നിങ്ങൾക്ക് 500 ഞാൻ തന്നു, പിന്നെ ഞാനെങ്ങനെ ഞാൻ കക്കൂസ് കെട്ടി 22,000 റുപ്യ കക്കൂസ് കെട്ടി തേച്ച് ക്ലിയറാക്കി എല്ലാം വൃത്തിയാക്കി 8-8 ആഴ്ചകൾ കൂടി. അത് നിങ്ങൾ പൈസ തന്നിട്ടില്ലല്ലോ, ഞാനല്ലേ കക്കൂസ് പോകുന്നത്. അതുകൊണ്ട് സാറിന് പൈസ ഈ ഗവൺമെൻറ് ആനുകൂല്യം ഈ 2000 റുപ്യ തരുന്നതിന് കാരണം എന്താ അവർക്ക് ഞാൻ അവിടെ വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കോളേജിൽ വന്നിട്ട് മറ്റെല്ലാ കക്കൂസ് നോക്കിയിട്ട് പോകുമ്പോൾ ഞാൻ വിളിച്ചു, സാറേ ഇതാ എൻ്റെ കക്കൂസ്, നാളെ നീ ഓഫീസിലേക്ക് പോവാ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിലേക്ക് പിറ്റേ ദിവസം ഒരു 10-15 ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞു നീ ആ ടൗണിൽ പോയിട്ട് ഒരു വണ്ടി വിളിച്ചു പോയി നോക്കിയിട്ട് പൈസ തരാം. ഞാൻ പറഞ്ഞു സാറേ ഒരു കാര്യം എഴുതി തന്ന പട്ടിയാക്കിക്കാരൻ്റെ കക്കൂസ് 2000 റുപ്യ അനുവദിച്ച കക്കൂസ് നോക്കുന്നതിന് വണ്ടിയാക്കി തരണമെങ്കിൽ നോക്കാൻ അനുവാദമില്ല. അങ്ങനെ ഗവൺമെൻറ് ഉത്തരവുണ്ടെങ്കിൽ അങ്ങനെ എഴുതി തന്നേക്ക്. മറ്റന്നാൾ ഫയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തിന് ആദായം വകുപ്പ് മന്ത്രി കടന്നുവരുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചതാണ്. പിറ്റേദിവസം രാവിലെ 6-7 മണിക്ക് മുമ്പ് ഇയാൾ വീട്ടിൽ നിന്ന് കുളിമുഖത്തുനിന്ന് ബൈക്ക് കൊടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയല്ല എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോഴും ഉണ്ട്. നമ്മൾ കുടുംബം മക്കള് മൂത്തവൻ ക്ലിനിക്കാണ്, ദന്ത ഡോക്ടറാണ്, കുളിമോ. അത് ലോണാണ്, 35 ലക്ഷം ലോൺ എടുത്തിട്ടാണ് ക്ലിനിക്ക് തുടങ്ങി. മോൻ്റെ ഭാര്യ മെഡിക്കൽ ഓഫീസറാണ്, ഇപ്പോൾ മാവക്കോട് PSCയിൽ സർവീസ്. രണ്ടാമത്തവൻ നമ്മുടെ അധ്യാപകനാണ്, പായ്ക്കര സ്കൂൾ +2 പഠിപ്പിക്കുന്നു. താൽക്കാലികമാണ് PSC പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു, 6-7 മാസമായിരുന്നു. PSC പ്രൈമറി സ്കൂളിൽ മോൻ്റെ 2 ചെറിയ കുട്ടികൾ. ഇപ്പം ഇതിനവിടെ കഥകളൊക്കെ നമ്മൾ കേട്ടു. പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഇപ്പം പറഞ്ഞല്ലോ, ഭക്ഷണം പോലും കഴിക്കാതെ കോളനികൾ നടന്ന് കോളനിക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഇന്ന് നമ്മൾ ന്യൂസ്ബിയോടുകൂടെ ചേർന്നതിനും അനുഭവങ്ങൾ പങ്കുവച്ചതിനും നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുകയാണ്.